സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുമ്പോഴും ഒത്തുതീർപ്പിലെത്താതെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള വാക്പോരും സൈനിക നീക്കങ്ങളും തുടരുന്നു. ഒമാനിൽ നടന്ന ആദ്യഘട്ട ചർച്ചകൾ ശുഭകരമാണെന്ന് ഇരു രാജ്യങ്ങളും അവകാശപ്പെടുമ്പോഴും പരസ്പരമുള്ള അവിശ്വാസം മേഖലയിൽ യുദ്ധസമാനമായ അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത്. ഇറാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള സാഹസികതയ്ക്ക് മുതിർന്നാൽ അമേരിക്കയ്ക്ക് പരാജയം ഉറപ്പാണെന്ന് ഇറാൻ സൈനിക മേധാവി കഴിഞ്ഞ ദിവസം ശക്തമായ മുന്നറിയിപ്പ് നൽകി. മേഖലയിലെ എല്ലാ അമേരിക്കൻ സൈനിക താവളങ്ങളും ആക്രമിക്കാനുള്ള ശേഷി തങ്ങൾക്കുണ്ടെന്നും ഇസ്രായേൽ ആക്രമണത്തിനു ശേഷം സൈന്യം കൂടുതൽ കരുത്താർജിച്ചതായും ഇറാൻ വ്യക്തമാക്കി. മറുഭാഗത്ത് സമാധാന ചർച്ചകൾക്കിടയിലും ഇറാനുമായുള്ള വ്യാപാര ബന്ധം തുടരുന്ന രാജ്യങ്ങൾക്ക് കനത്ത നികുതി ചുമത്തുന്ന ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. ഇറാൻ സമവായത്തിന് തയ്യാറായില്ലെങ്കിൽ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ട്രംപ് ആവർത്തിച്ചു. ഇറാന്റെ അതിർത്തി മേഖലകളിൽ അമേരിക്ക പടക്കപ്പലുകളും കൂടുതൽ സൈന്യത്തെയും വിന്യസിക്കുമ്പോൾ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണം ശക്തമാക്കുകയാണ് ഇറാൻ. സമാധാന ചർച്ചകളുടെ രണ്ടാം ഘട്ടം അടുത്ത ആഴ്ച നടക്കുമെങ്കിലും അത് ഒമാനിൽ വെച്ചായിരിക്കില്ലെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറിയിച്ചിട്ടുണ്ട്. വരുന്ന വ്യാഴാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപുമായി നടത്തുന്ന കൂടിക്കാഴ്ച ഈ സമാധാന നീക്കങ്ങളിൽ നിർണായകമാകും. ഇസ്രായേലിന്റെ നിലപാടുകൾ ട്രംപിന്റെ നിലവിലെ തീരുമാനങ്ങളിൽ മാറ്റം വരുത്തുമോ എന്നും സമാധാന ചർച്ചകൾ വഴിമുട്ടുമോ എന്നും ലോകം ഉറ്റുനോക്കുകയാണ്. ചർച്ചകൾ തുടരുമ്പോഴും ഇരുപക്ഷവും സൈനിക തയ്യാറെടുപ്പുകൾ നടത്തുന്നത് മേഖലയെ വീണ്ടും അനിശ്ചിതത്വത്തിലേക്കാണ് നയിക്കുന്നത്.